വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. വളരെ ആളുകൾ പറഞ്ഞ് പ്രചരിച്ചിട്ടുള്ള അഥവാ വചന പ്രഘോഷണങ്ങളിലേറെ നമ്മൾ കേട്ട് തഴമ്പിച്ചൊരു കാര്യമാണ് ദൈവകൽപ്പന ഭാരമുള്ളതല്ല എന്ന ഒരു പ്രയോഗം. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് നമുക്ക് ദൈവകൽപ്പന അനുസരിക്കാൻ പറ്റാത്തത് എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു കുഞ്ഞു കഥ എനിക്ക് ഓർമ്മയിൽ വരികയാണ്. മുല്ല നാസറുദ്ദീൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. കുട്ടികളെ നമ്മൾ സാരോപദേശങ്ങളൊക്കെ പഠിപ്പിക്കാനായി സെക്കുലർ വേൾഡിൽ ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. പ്രസംഗിക്കുവാൻ വേണ്ടി മുല്ല നാസറുദ്ദീൻ ഒരു വേദിയിൽ കയറി നിൽക്കുമ്പോൾ ആളുകൾ ക്ഷണിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇദ്ദേഹം ഒരു കുസൃതിയാണ്. ഇദ്ദേഹം ആളുകളോട് ചോദിച്ചു, ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ആളുകൾ പറഞ്ഞു, അറിയില്ല. ആർക്കും അറിയില്ല? അപ്പോൾ അവർ പറഞ്ഞു, ആർക്കും അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് പോലും അറിയാത്ത ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹം ഇറങ്ങിപ്പോയി. പേര് കേട്ട പ്രഭാഷകനാണ്. അതുകൊണ്ട് ആളുകൾക്ക് വിഷമം തോന്നിയ ആളുകൾ അടുത്ത പ്രാവശ്യം വീണ്ടും അദ്ദേഹത്തെ ക്ഷണിച്ചു. ഇദ്ദേഹത്തെ അറിയാവുന്ന വേറൊരു കൂട്ടം ആളുകൾ. അപ്പോൾ അവർക്ക് ഈ സംഭവത്തെക്കുറിച്ച് കേട്ടറിവുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ഇറങ്ങിപ്പോയത് അറിയാം. അതുകൊണ്ട് അദ്ദേഹം വന്നിട്ട് ആളുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന്, എന്തിനെക്കുറിച്ചാണെന്ന് അറിയാമോ? അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കറിയാം. അവർ കൈ ഉയർത്തി. അപ്പോൾ ഈ മുല്ല ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാവുന്ന കാര്യം ഇനി ഞാൻ പറയേണ്ടതിനാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നത് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി. ആളുകൾ വീണ്ടും വിളിഭിരായി. മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹത്തെ വീണ്ടും ആൾക്കാർ ക്ഷണിച്ചു. അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് വന്ന് പ്രസംഗപീഠത്തിൽ നിന്നിട്ട് അദ്ദേഹം ആളുകളോട് ചോദിച്ചു, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. ഇപ്രാവശ്യം ഇദ്ദേഹത്തെ ഒന്ന് പെടുത്തണം എന്ന് വിചാരിച്ച ആളുകൾ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരുന്നത് പോലെ പകുതി ആളുകൾ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് കൈ ഉയർത്തി, പകുതി ആളുകൾ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും അദ്ദേഹത്തിന് എന്ത് പറയാൻ പറ്റും? ഉടനെ മുല്ല പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ അറിയാവുന്ന ആളുകൾ ഈ അറിയാത്ത ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞു കൊടുക്കുക. ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം വീണ്ടും ഇറങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, ഈ പ്രത്യേക കഥയിൽ ഒരു പ്രധാനപ്പെട്ട പാഠമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം വേണ്ട എന്ന് വയ്ക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പല രീതിയിൽ സാധിക്കും. എന്നാൽ വേണമെന്ന് വെച്ചാലോ നമുക്ക് എളുപ്പം സാധിക്കും. ഇപ്പം പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ 15-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. പ്രിയമുള്ളവരെ, ദൈവകൽപ്പനകൾ പാലിക്കുന്നത് എങ്ങനെയാണെന്ന് ബൈബിൾ പറഞ്ഞു തരികയാണ് നമുക്ക്. ഒറ്റക്കാര്യം പറയുന്നത്, മനസ്സ് വെക്കണം. മനസ്സ് വെച്ചാൽ പാലിക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് പാലിക്കാൻ പറ്റാത്തത്? മനസ്സില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആളുകൾ പറയും, ഈ ദൈവകൽപ്പനകൾ വലിയ ഭാരമുള്ളതാണ്, നമുക്കതങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ 1 യോഹന്നാൻ 5:3 കർത്താവിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക, അനുസരിക്കുക എന്നാണ് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, കർത്താവിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. പ്രിയമുള്ളവരെ, സാധാരണ ചെറുപ്പക്കാരുടെയൊക്കെ ഈ ഒരു സംശയം തീർക്കുവാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കാറുള്ള ഒരു ചെറിയ ഉദാഹരണമാണ്. അത് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ഭാരമുള്ളതല്ല എന്ന് മനസ്സിലാക്കാൻ എളുപ്പം സാധിക്കും. അതായത് ദൈവത്തിൻ്റെ ഏത് കൽപ്പന എടുത്തു നോക്കും. ഉദാഹരണത്തിന് യുവജനങ്ങളോട് നമ്മൾ ചോദിക്കുമ്പോൾ ചോദിക്കാറുള്ള ചോദ്യം, മോഷ്ടിക്കുക എന്ന് പറയുന്നൊരു, മോഷ്ടിക്കരുത് എന്ന് പറയുന്നൊരു കൽപ്പനയുണ്ടല്ലോ. അപ്പോൾ മോഷ്ടിക്കുക എന്ന് പറയുന്ന കാര്യം
അതാണോ ഭാരമുള്ളത്? മോഷ്ടിക്കരുതെന്നുള്ളതാണോ ഭാരമായിട്ടുള്ളത്? നമുക്കറിയാം, ഒരു സാധനം മോഷ്ടിക്കുന്നതാണ് പ്രയാസം, മോഷ്ടിക്കാതിരിക്കുന്നത് എളുപ്പമാണ്. ഒന്നും ചെയ്യാതിരുന്നാൽ മതി, അപ്പോൾ മോഷ്ടിക്കണ്ട. അങ്ങനെയാണല്ലോ. ഇനി വ്യഭിചാരം ചെയ്യുന്നതിനെക്കുറിച്ചാണെങ്കിലും, ഈ വ്യഭിചാരം ചെയ്യുന്നവരെന്ത് കഷ്ടപ്പെട്ടാണ് ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ സ്വരുക്കൂട്ടുന്നത്. അവരെന്തുമാത്രം ത്യാഗം അല്ലെങ്കിൽ എന്തുമാത്രം ക്ലേശമാർഗങ്ങളിലൂടെ കടന്നു പോകണം അവർക്ക് വ്യഭിചാരം ചെയ്യണമെങ്കിൽ, അല്ലേ? ഈ പാടൊന്നും ഇല്ലല്ലോ, ചെയ്യാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ ഇതിലേതാ എളുപ്പം? ചെയ്യാതിരിക്കുന്നതാണ് എളുപ്പം. അപ്പോൾ ഭാരമുള്ളത് ഏതാണ്? പാപം ചെയ്യുന്നതാണ് ഭാരമുള്ള കാര്യം. ഭാരമില്ലാത്തത് ഏതാണ്? അത് ചെയ്യാതിരിക്കുന്നതാണ് ഭാരമില്ലാത്തത്. ഇനി ഈ നുണ പറയുന്നതിനെക്കുറിച്ച് അപ്പോൾ ചില ചെറുപ്പക്കാരനോട്, നുണ പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമല്ലേ, നുണ പറയാത്തതല്ലേ? അങ്ങനെയല്ല, നുണ പറയുന്നത് പാടാണ്. ഉദാഹരണത്തിന് ഒരു നുണയനുണ്ടായിരുന്നു. ഈ നുണയൻ കുറച്ച് നുണകളൊക്കെ പറഞ്ഞ് ആളുകളുടെ അടുത്ത് പല പല നുണകളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ചു കാലം ജീവിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് പിന്നീട് പ്രശ്നം നേരിടാൻ തുടങ്ങി. നമുക്കറിയാം, ഈ പോലീസ് വിസ്താരത്തിലും കേസ് വിസ്താരത്തിലും ഒക്കെ ഇത് വളരെയധികം ആളുകൾക്ക് പരിചയമുള്ള കാര്യമാണ്, കേട്ടു പരിചയമുള്ള കാര്യമാണ്. അതായത് നമ്മൾ നുണയാണ് പറയുന്നതെങ്കിൽ ആ പറഞ്ഞ നുണ സ്ഥാപിക്കാൻ വേണ്ടി കുറേ അധികം നുണകൾ പറയുകയും ഈ നുണകൾ പറഞ്ഞത് ഏതൊക്കെയാണെന്ന് മറന്നു പോവുകയും അങ്ങനെ നുണയൻ പിടിക്കപ്പെടുകയും ചെയ്യുന്നതാണ് സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഒരു നുണയനെ സംബന്ധിച്ചിടത്തോളം അവർ അവസാനം പറയാൻ സാധ്യതയുള്ള കാര്യം ഇതാണ്: ഉള്ള സത്യം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, അതായിരുന്നു എളുപ്പം. കാരണം നുണ പറയുന്നവന് പറഞ്ഞ നുണകൾ ഓർത്തിരിക്കണം, തമ്മിൽ ക്ലാഷ് ഉണ്ടാകാൻ പാടില്ല തുടങ്ങിയ അവന് വലിയ പ്രയാസമാണ് ഒരു നുണയുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ബൈബിളിലെ ഏത് കൽപ്പന എടുത്തു നോക്കിയാലും ആ കൽപ്പന അനുസരിക്കുന്നതാണ് ധിക്കരിക്കുന്നതിനേക്കാളും എളുപ്പം. വളരെ കൃത്യമായി സത്യമായി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ദൈവകൽപ്പന അനുസരിക്കാൻ പ്രയാസമൊന്നുമില്ല, അത് എളുപ്പം തന്നെയാണ്. ചെയ്യാതിരുന്നാൽ മതി. ചെയ്യുന്നതാണ് പാട്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ആളുകൾ ചെയ്യുന്നത് പാവമാണ്. പ്രിയമുള്ളവരെ, 1 കൊറിന്തോസ് 10:13 പറയാം: മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും. ഇത് കർത്താവിൻ്റെ വചനമാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു പ്രലോഭനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, ഏത് സഹിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും നമ്മൾ അറിഞ്ഞോണം, ആ പ്രശ്നവും പ്രലോഭനവും വലുതാണെങ്കിൽ ഓർത്തോണം, അത്രയും കരുത്ത് ദൈവം നമ്മളിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം അത് അനുവദിച്ചത്. ഒരു സാധാരണക്കാരനില്ലാത്ത വിശ്വാസം പോലും തകർന്നു പോകുന്നൊരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു വരികയാണ്. വിശുദ്ധി ഇല്ലാതായി പോകുന്നൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ ദൈവമേ എന്തിനത് അനുവദിച്ചു എന്നതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ്. എൻ്റെ ഈ മകന് ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്തുണ്ട്. ദൈവം നമ്മളെ വലിയവനായി കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ശക്തമായ പ്രലോഭനങ്ങൾ എന്നാണ് പറയുന്നത്. കാരണം ശക്തമായ പ്രലോഭനങ്ങൾ ഒരാൾക്ക് വന്നാൽ അവൻ അത്രയും കരുത്തനാണെന്നുള്ളതിൻ്റെ അംഗീകാരമാണ്. ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്: അവനോട് എന്ത് ഇതിൻ്റെ അപ്പുറം കൊടുത്താലും അവനതിനെ ജയിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്ന് ദൈവം പറയുന്നതാണ്. എന്നാലും നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത്, ഈശോ പറയുന്നുണ്ട്, ഇത് എളുപ്പമാണ് കാരണം ആത്മാവ് സന്നദ്ധമാണ്, പക്ഷെ നമ്മളെ ശരീരമാണ് പലപ്പോഴും പറ്റിക്കുന്നത്. നമ്മുടെ ശരീരമാണ് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നത് പാപം ചെയ്യാൻ. നമ്മുടെ ശരീരത്തിന് നമ്മളുമായി ഐഡൻറ്റിറ്റിയിൽ വളരെയധികം ഐക്യമുള്ളത് കൊണ്ട് ഈ ശരീരത്തിന് നമ്മുടെ മനസ്സിനെ ചതിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രതിസന്ധിയിൽ വരുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത് അതും ജയിക്കാൻ സാധിക്കും, മനസ്സ് വിചാരിച്ചാൽ മതി. അതാണ് കർത്താവ് പറയുന്നത്, മനസ്സുണ്ടെങ്കിൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാം. എങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്? മത്തായി 26:41 പറയുകയാണ്: പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. സാധാരണ ചില സുഹൃത്തുക്കളൊക്കെ എൻ്റെ ജീവിതത്തിലും ആദ്യകാലങ്ങളിൽ ഈ ചില പാപങ്ങളൊക്കെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റാതെ വരികയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിരാശരായിട്ട് ഇങ്ങനെ ആത്മീയതയിൽ നിന്ന് മാറിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നൊരു സമയമുണ്ട്.
അപ്പോൾ ആ സമയത്ത് ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞു തന്നൊരു ഉപദേശം, ഇന്ന് ഞാനത് ചെറുപ്പക്കാർക്ക് പങ്കുവെച്ചു കൊടുക്കാറുള്ളൊരു ഉപദേശമാണ്. 4 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത്, ഈ പാപം ചെയ്യാനുള്ള മനസ്സിൻ്റെ ഇഷ്ടം അയാൾ മാറ്റണം. ശരീരമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, പക്ഷെ മനസ്സിൽ ഈ പാപം എനിക്ക് ചെയ്യണ്ട എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു സ്വഭാവം ഇയാൾ ഉണ്ടാക്കിയെടുക്കണം. അയാളുടെ മനസ്സ് കൂടുതൽ സമയവും പാപം ചെയ്യണ്ട എന്നാണ് ചിന്തിക്കുന്നതെങ്കിലും അയാൾ ഇടയ്ക്ക് വീണു പോകുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ഒരു ടെസ്റ്റ്, അതായത് വെറുതെ എനിക്ക് പാപവും പ്രലോഭനവും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് കൈയും കെട്ടിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവം അയാളെ അങ്ങനെ പൂർണ്ണമായും വെറുതെ വിടണമെന്നില്ല. പക്ഷെ നമുക്ക് ദൈവസന്നിധിയിൽ നീതീകരണം കിട്ടണമെങ്കിലും, നമ്മൾ യുദ്ധത്തിലാണ്, പോരാട്ടത്തിലാണെന്ന് നമുക്ക് ഉറപ്പുവരുത്തണമെങ്കിലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സ് എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. നമ്മുടെ മനസ്സുകൊണ്ട്, ദൈവത്തിന് അറിയാമല്ലോ നമ്മുടെ മനസ്സുകൊണ്ട് എനിക്ക് ഈ ജീവിതം ഇഷ്ടമില്ല എന്ന് തീരുമാനമെടുത്തിട്ടുള്ളത് ദൈവത്തിന് അറിയാമെങ്കിൽ, നമ്മുടെ മനസ്സ് അതിനെ വെറുക്കുന്നതായിട്ട് ദൈവം കാണുന്നുവെങ്കിൽ, അതുകൊണ്ടാണല്ലോ നമ്മുടെ പ്രാർത്ഥനകൾ പറയുന്നത് പാപത്തെ നമ്മൾ വെറുത്താണ് ഉപേക്ഷിക്കേണ്ടത്. വെറുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിലൊരു വെറുപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത് ആ പാപം നമുക്ക് തരുന്ന ഭീകരതയും പാപം നമ്മൾക്ക് വരുത്തുന്ന നഷ്ടവും ആ പാപം നിമിത്തം നമുക്ക് ആത്മീയതയിൽ വളരാനും ദൈവസ്നേഹത്തിൽ വളരാനും പറ്റാത്തൊരവസ്ഥയും ഒക്കെ വന്നിട്ട് ആ പാപത്തെ നമുക്ക് വെറുക്കാൻ പറ്റണം. ഈ പാപം കാരണം ഞാൻ ആത്മീയതയിൽ അടിച്ചടിച്ച് വീഴുന്നു, കർത്താവിൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നില്ല, കർത്താവിൻ്റെ സ്നേഹം എനിക്ക് അത്ര അനുഭവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥനയിൽ തുടരാൻ പറ്റുന്നില്ല, ഈ പാപമാണ് എന്നെ അതിൽ നിന്ന് തടയുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ പാപം വേണ്ട എന്ന് ഒരുത്തൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവൻ ആ പാപത്തോട് വെറുപ്പുണ്ടായി തുടങ്ങും. അങ്ങനെ അത് മാത്രമല്ല, ആ പാപം നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ധ്യാനം, ചിന്തകൾ, അതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപത്തെ ഓടിക്കുവാനുള്ള ഒരു വലിയ മനസ്സ് നമുക്ക് കടന്നു വരും. പ്രിയമുള്ളവരെ, എന്നാലും ഈശോ പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ ബലഹീനത നമുക്ക് വീഴ്ച സംഭവിക്കാം. എന്നാൽ രണ്ടാമത്തെ ടെസ്റ്റ് ഇതാണ്, നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് പറ്റിപ്പോകുന്നത്, നിരാശ വരുന്നൊരു ഘടകം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പെർഫെക്ഷനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത് പെർഫെക്ഷനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, പക്ഷെ നമ്മളെ വിലയിരുത്തുമ്പോൾ നമ്മൾ പെർഫെക്ഷൻ ഉണ്ടോ എന്നല്ല വിലയിരുത്തേണ്ടത്, പ്രോഗ്രസ് ഉണ്ടോ എന്നാണ്. പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണത, അതായത് ഒരു വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിയോ എന്നത് നമ്മൾ കർത്താവിൽ വന്നതിൻ്റെ 2-ാമത്തെ ദിവസം ഞാൻ പൂർണ്ണതയിൽ എത്തിയോ എന്ന് നോക്കുകയല്ല ചെയ്യേണ്ടത്. 2-ാമത്തെ ദിവസം നമ്മൾ നോക്കേണ്ടത് പൂർണ്ണതയിൽ എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ 2-ാമത്തെ ദിവസം നമ്മൾ വിലയിരുത്തേണ്ടത് ഇങ്ങനെയാണ്, എനിക്ക് പ്രോഗ്രസ് ഉണ്ടായോ. അതായത് പ്രോഗ്രസ് ബട്ട് നോട്ട് പെർഫെക്ഷൻ. അങ്ങനെയാണ്, പ്രോഗ്രസ് ഉണ്ടായോ പക്ഷെ പെർഫെക്ഷൻ ഉണ്ടാകത്തില്ലായിരിക്കാം. നമ്മൾ പെർഫെക്ഷൻ ആഗ്രഹിക്കുകയാണ്, പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ കാണുകയാണ്. അതായത് കഴിഞ്ഞ മാസം ഞാൻ 10 തവണ ഈ പാപത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടെങ്കിൽ ഈ മാസം ഞാൻ 1 തവണയെ ഈ പാപത്തിൻ്റെ കീഴിൽ വീണു, 9 തവണ ഞാൻ ജയിച്ചു എന്നതാണെങ്കിൽ ഞാൻ വിജയത്തിൻ്റെ പാതയിലാണ്. അപ്പോൾ മനസ്സുകൊണ്ട് വെറുപ്പുണ്ടായിക്കഴിഞ്ഞു, നമുക്ക് പ്രോഗ്രസ് ഉണ്ടായിക്കഴിഞ്ഞു. ഇനി അടുത്ത കാര്യമാണ് ഈശോ പറഞ്ഞത്, വളരെ വ്യക്തമായിട്ട് ഈശോ നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് പ്രാർത്ഥനയുടെ ആത്മീയമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ആർജിച്ചെടുക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈശോയുടെ തന്നെ തിരുശരീരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഈശോയുടെ ശരീരത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിന് ജീവൻ ഉണ്ടാകുന്നത്. കർത്താവിൻ്റെ വചനം പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഈ ശരീരം ഭക്ഷിക്കുന്നവൻ മരിക്കത്തില്ല, അവൻ്റെ ശരീരം ജീവനിലേക്ക് കടന്നു വരും, അവനെ ഉയർപ്പിക്കും കർത്താവ്, അവന് ജീവൻ പകരും. കർത്താവിൻ്റെ ശരീരമാകുന്ന വിശുദ്ധ കുർബാനയുടെ സ്വീകരണം, അപ്പോൾ അതിനൊരുക്കമാകുന്ന വിശുദ്ധ കുംഭസാരം, ഇത് രണ്ടും നമ്മൾ അനുഷ്ഠിക്കണം. അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. നമ്മുടെ ആ ഒരു ഈ വിശുദ്ധ കുർബാന സ്വീകരണം തന്നെ പാപത്തെ അതിജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി ഫ്രീക്വൻ്റായി കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു തുടങ്ങണം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയത്തിൻ്റെ പാതയിലാണ്, ദൈവത്തിന് ഇഷ്ടമുള്ളൊരു വഴിയിലാണെന്ന് വരും. അതാണ് നമ്മുടെ ആത്മീയ ജീവിതം, അതായത് പ്രാർത്ഥനാ ജീവിതം, ദൈവത്തെ ആശ്രയിക്കുന്ന നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും കുമ്പസാരവും കൗദാശിക ജീവിതവും, ഇത് നമ്മൾ തുടരുന്നുണ്ടോ? ഒന്നാമത്തത് മനസ്സുണ്ടാകണം, 2-ാമത്തത് പ്രോഗ്രസ് ഉണ്ടാകണം, യുദ്ധം ചെയ്യുമ്പോൾ വിജയിക്കണം. 3-ാമത്തത് ഈ ആത്മീയമായ ശക്തി തരുന്ന പോഷണങ്ങൾ, പ്രാർത്ഥന, നിരന്തരമായി ചോദിക്കണം ദൈവത്തോട്, ദൈവമേ എനിക്ക്
വിജയം തരണമേ, എനിക്കിതിനെ വിജയിക്കുവാനുള്ള കൃപ തരണമേ. രണ്ടാമത് പോഷണം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പരമപ്രധാനമായത് നമുക്ക് ജീവൻ തരുന്ന വിശുദ്ധ കുർബാന. അതുപോലെ തന്നെ ഈ പാപത്തെ തോൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ബൈബിളിലുണ്ട്. ദൈവവചനം എത്രത്തോളം വായിച്ചാലും എവിടെ നിന്ന് വായിച്ചാലും അത് കൃപയാണ്. അതേപോലെ തന്നെയാണ് ഒരു പ്രത്യേക പാപത്തെ തോൽപ്പിക്കുവാൻ സഹായിക്കുന്ന ദൈവവചനങ്ങൾ, അതിനെതിരായി പോരാടുന്ന ദൈവവചനങ്ങൾ ബൈബിളിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ആ വചനങ്ങൾ ഹൃദിസ്ഥമാക്കി നമ്മളോട് തന്നെ ആവർത്തിച്ച് പറയുക. ഇങ്ങനെ മൂന്നാമത്തെ കാര്യം, ആത്മീയ പോഷണം ലഭിക്കുന്ന ഘടകങ്ങളോട് നമ്മൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത പുലർത്തിയിട്ട് അതെല്ലാം നമ്മൾ സ്വീകരിക്കണം. ഇത് മൂന്നാമത്തെ കാര്യമാണ്. നാലാമത്തത് കർത്താവ് വചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. വചനം വായിക്കാം. എസെക്കിയേൽ 36, 26, 27. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കി മാറ്റും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിൽ വ്യക്തമായി പറയാണ്, കർത്താവിൻ്റെ ആത്മാവിനെ നമ്മളിൽ നിവേശിപ്പിച്ച് നമ്മളെ വചനമനുസരിക്കുന്നവരാക്കി മാറ്റും എന്ന്. അപ്പോൾ വചനമനുസരിക്കുന്നവരാക്കി മാറ്റുന്ന ഒരു പുതിയ ഹൃദയം തരുന്ന ദൈവിക പ്രക്രിയയുടെ പേരാണ് പരിശുദ്ധാത്മ നിറവ്. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി നാലാമത്തെ കാര്യമാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അത് വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥിക്കണം. അല്ലാതെ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി മുഴുവൻ സമയവും ദാഹിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. കാരണം റോമ 8, 13, 14 ഇങ്ങനെ പറയുകയാണ്, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് നിറയുന്നൊരു അനുഭവമുണ്ട്. അതാണ് കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ കുദാശകളിലൂടെ നമുക്ക് ലഭിച്ച ശൈലലേപനത്തിലൂടെയും ജ്ഞാനസ്നാനത്തിലൂടെയും ഒക്കെ നമ്മളിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ആക്റ്റീവാക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്, നിറവാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന കരിസ്മാറ്റിക് നവീകരണത്തിലെ ഒരു വലിയ അനുഭവമാണ്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് നിറഞ്ഞു വരുന്ന, അത് അനുഭവിക്കുവാൻ പറ്റുന്ന ഒരു നിമിഷമുണ്ടാകും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കുളിക്കുന്നത് പോലുള്ള, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് പോലുള്ള ഒരു അനുഭവം, ഒരു വലിയ സ്വർഗീയ അനുഭവം നമുക്കുണ്ടാകും. അത് യേശു വാഗ്ദാനം ചെയ്തതാണ്. ഈ വാഗ്ദാനം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, യുവജനങ്ങൾ, ചെറുപ്പക്കാർ, ഇങ്ങനെയുള്ള എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനുള്ള ആഗ്രഹം. ഇതൊരു കെട്ടുകഥയല്ല. ഒരു കാലഘട്ടത്തിൽ തിരുസഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള കത്തോലിക്കരായ ചെറുപ്പക്കാർ, ദൈവമക്കളായ ക്രിസ്ത്യാനികളായ ചെറുപ്പക്കാർ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് നേടിയെടുത്തതും ഇന്നും നേടിക്കൊണ്ടിരിക്കുന്നതുമായ അത്ഭുതകരമായ ഒരു സംഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നത്, അഭിഷേകം. ആ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, BHS എന്ന് പറയുന്ന അനുഭവം നമുക്ക് കുദാശകളിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ഉജ്ജ്വലിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകി നമ്മുടെ ശരീരം മുഴുവൻ വ്യാപരിച്ച്, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം വ്യാപരിച്ച്, എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ കെട്ടുകളുടെ മേൽ ആത്മാവ് പ്രവർത്തനം നടത്തി അതിനെ അലിയിപ്പിച്ചില്ലാതാക്കുന്ന ഒരു അനുഭവം. ആ സമയം പിന്നീട് നമ്മുടെ മനസ്സ് കഴുകപ്പെട്ടൊരു അനുഭവമായിരിക്കും. നമ്മുടെ കഴിഞ്ഞകാല പാപത്തിൻ്റെ, അതാണ് ഈ ആത്മാഭിഷേകത്തിൻ്റെ പ്രത്യേകത. പണ്ട് നമ്മൾ പാപം ചെയ്തിരുന്നപ്പോൾ നമ്മുടെ മനസ്സിനുണ്ടായിരുന്ന അന്ധകാരമുണ്ടായിരിക്കും, തമസ്സുണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ ഈ ആത്മനിറവ് ഇല്ലാത്ത സമയത്ത്, ആത്മനിറവ് പ്രാപിക്കാത്ത സമയത്ത് നമുക്ക് ആ ഒരു തമസ്സിനോടായിരിക്കും നമ്മുടെ പോരാട്ടം. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ച് നമ്മൾ നേടി നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ആത്മാവ് ഏറ്റെടുക്കുക തുടങ്ങുമ്പോൾ, ഇത് വന്നു കഴിയുമ്പോൾ പിന്നെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മളെ നയിക്കാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ സ്നേഹ ശബ്ദം പോലെ ഇങ്ങനെ പോകുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളെ നയിക്കുന്നൊരു അനുഭവം നമുക്കുണ്ടാകും. ഇങ്ങനെയാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണെന്നുള്ള ആ വചനത്തിൻ്റെ പൂർത്തീകരണം നമുക്ക് അനുഭവിക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ധാരാളം നിങ്ങൾ വായിക്കണം. എല്ലാ കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങളിലും എല്ലാ കരിസ്മാറ്റിക് പ്രസിദ്ധീകരണ ശാലകളിലും നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച്
പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ട് പരിശ്രമിക്കണം. ആ ദിവസം ആത്മാവ് നമ്മൾ നിയന്ത്രണം പൂർണ്ണമായിട്ടെടുക്കുന്ന ദിവസം പിന്നീട് നമ്മളെ അതുവരെ അലട്ടിയിരുന്ന പല പാപത്തിൻ്റെയും കെട്ടുകളും സ്വാധീനങ്ങളും നമ്മുടെ മേൽ പിന്നീട് ഉണ്ടാകാത്തതായിട്ട് നമുക്ക് കാണും. പ്രിയമുള്ളവർ, ഈ 4 കാര്യങ്ങൾ, അതായത് മനസ്സുണ്ടാകണം, മനസ്സുകൊണ്ട് വെറുക്കണം, അതുപോലെ പ്രോഗ്രസ്സിൽ ശ്രദ്ധിക്കണം, പെർഫെക്ഷൻ ആഗ്രഹിക്കണം പക്ഷെ പ്രോഗ്രസ്സിൽ ശ്രദ്ധിക്കണം, എന്നിട്ട് എല്ലാ ആത്മീയ പോഷണങ്ങളെയും സ്വീകരിക്കണം. പരിശുദ്ധ കുർബാന, കുമ്പസാരം, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിരന്തരമായ യാചന ഇങ്ങനെ ചെയ്യണം. പരിശുദ്ധാത്മ നിറവിനായിട്ട് ദാഹിക്കണം. ഈ 4 കാര്യങ്ങളും ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഓരോ വർഷവും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ മണ്ഡലങ്ങളിൽ വലിയ മാറ്റം സംഭവിക്കുന്നത് കാണും. ഇങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയെ ഈ പോരാട്ടത്തിനിടയ്ക്ക് ദൈവസന്നിധിയിലേക്ക് ദൈവം വിളിച്ചാൽ അവനെ എങ്ങനെയായിരിക്കും ദൈവം വിധിക്കുക? യുദ്ധത്തിൽ നിന്നാണ് വിളിച്ചത്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മോനെയാണ് വിളിച്ചത്. അല്ലാതെ ഞാൻ പരാജയപ്പെടുകയാണെന്ന് പറഞ്ഞ് വാളുമെടുത്ത് എവിടെയെങ്കിലും മാറ്റിവെച്ച് പോയി മലന്ന് കിടക്കുന്ന ഒരു പാവപ്പെട്ട പാവിയായി പോകാതെ യുദ്ധം ചെയ്യുന്ന കർത്താവിൻ്റെ മകനായി തീരുവാനുള്ള ഒരു വലിയ അഭിഷേകം ഈ സമയം നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രഭാഷകൻ 15:15 മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഈ സമയം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ ദാസരായും വിശ്വസ്തരായും ജീവിക്കേണ്ടതിന് അങ്ങയുടെ വലിയ പാപത്തോടുള്ള വെറുപ്പ് എന്ന കൃപ ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ. കർത്താവെ, ഈ സമയം തന്നെ ഞങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാകുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ എല്ലാ ആത്മീയ പോഷണങ്ങളും സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് സാഹചര്യം ഒരുക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ദാഹം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് എല്ലാം ഒഴുകട്ടെ. ഇത് അനേകർ കേൾക്കുവാനിടവരട്ടെ. കർത്താവെ, അങ്ങനെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നൊരു തലമുറയുണ്ടാകട്ടെ. എല്ലാവർക്കും നീ ആത്മാവിനെ നൽകണമേ എന്ന് അവിടുത്തെ സഭയോട് ചേർന്ന് അവിടുത്തെ സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.